തവ മൃദുസ്മേര സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപവമ്യം യോഗവൈഭവം നിത്യസുന്ദരീ വശ്യമോഹിനി ലയോധാരമേ പദചലനം ആനന്ദം തനാനം തം തതാനം തപനം ഗാനം ഗമനം താനം തപനം ഗാനം ഗമനം യാനം യമനം മുഖരിതമീ മൗനം പ്രണവമന്ത്രണം നിമഗരിസ നിധമപസ നിധമപ. ചേട്ടാ പാട് പാട് ചേട്ടാ, ശ്രമിച്ചു നോക്ക്. പറ്റുന്നില്ലേ? ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും. ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും. ഞാൻ നീ ഇത്രയും നന്നായി പാടുമായിരുന്നു. പിന്നെ എന്തേ ഇത്രയും നാൾ ഒരു മൂളിപ്പാട്ട് പോലും പാടിയില്ല? ഒരു വീട്ടിൽ 2 ഗായകരുണ്ടായാൽ വിധിച്ചേട്ടന് ഈഗോ അടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കഴിവുകൾ മുഴുവൻ എൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടുകയായിരുന്നു വിധിച്ചേട്ടാ. വിധിച്ചേട്ടാ, നിന്നെ ഞാൻ ലോകം അറിയുന്നൊരു പാട്ടുകാരിയായി മാറ്റും. ഇനി മുതൽ സ്റ്റേജുകളിൽ ഡ്യുവറ്റ് പാടാൻ റിമിയുടെയോ ജോയുടെയോ സിത്തുവിൻ്റെയോ ആവശ്യം എനിക്കില്ല. എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഒരുമിച്ച് ചെയ്യും. ആണോ? താങ്ക് യു വിധിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വിധിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്നല്ല പാട്ടുകാരിയെ വിധിച്ചേട്ടന് എപ്പോഴെങ്കിലും തിരിച്ചു 10 മണി വരെ ഉറങ്ങാം, സ്വപ്നം കണ്ട് പിച്ചുമ്പയും പറയാം. സുഖ ജീവിതമല്ലേ ദീപ്തി? എന്തോ വിധിച്ചേട്ടാ, നല്ലൊരു സ്വപ്നം കണ്ടുവരുമായിരുന്നു. അച്ചോടി മക്കളെ, ഈ ചായ കുടിച്ചിട്ട് കിടന്നിട്ട് ബാക്കിയും കൂടെ സ്വപ്നം കണ്ട കേട്ടാ. പിടിച്ചേ, ഊൺ കാലാവുമ്പോ ചേട്ടൻ വരാം. ഓക്കെ? എന്ത് നല്ല സ്വപ്നമായിരുന്നു. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഭരിക്കുമെന്ന. ഇതൊക്കെ വെളുപ്പാങ്കാലം തന്നെയാണല്ലോ. എന്നാലും ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു. മികച്ച പിന്നണി ഗായിക ദീപ്തി വിധുപ്രതാപ്. ഇങ്ങനെങ്കിലും ഒരു പാട്ടെങ്കിലും സിനിമയിൽ പാടണം. ചേട്ടനോട് ചോദിച്ചാലോ? അല്ല, വേണ്ട. ചുമ്മാ കയറി ചെന്നിട്ട് സിനിമ പാടണമെന്ന് പറയുകയാണെങ്കിൽ എന്നെ പുച്ഛിച്ച് തള്ളു. എൻ്റെ കഴിവിൽ ഇംപ്രസ്ഡ് ആയിട്ട് വിഷയം എനിക്ക് എന്നോട് ചോദിക്കണം, ദീപ്തി എനിക്കൊരു സിനിമയിൽ പാടിക്കൂടിയെന്ന്. യെസ്, അതാണ് വേണ്ടത്. 10:30 റെക്കോർഡിംഗ് ഉള്ള ഞാനാ. ഇതൊക്കെ തീർത്തിട്ട് ഇനി എപ്പ പോവാനാ? ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരത്തല്ലേ. വിശേട്ടാ വരുന്നുണ്ട്. ഊണ് കാലമായില്ല മോളു. വിശേട്ടാ, അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ മാറ്റിയോ? ഞാൻ ഉടുപ്പിലെങ്കിലും ഇത്തിരി ബോസി ആയിട്ട് നിൽക്കട്ടെ. വിശേട്ടൻ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? ഇതന്നെ ഞാൻ ചെയ്യാം. അയ്യോ, അടുക്കള പണി എടുത്താ മോളുടെ കയ്യിൽ നെയിൽ പോളിഷ് പോകുന്ന മോളല്ലേ പറഞ്ഞിട്ടുള്ളത്? നെയിൽ പോളിഷ് പോകുന്നെങ്കിൽ പോട്ടെന്നെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അയ്യോ, പോവല്ലേ. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നേ. അയ്യോ, വിശേട്ടൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. ഞാൻ ചിരിച്ച എന്തിനാന്ന് ചോദിച്ചില്ല. ഞാൻ
എന്തിനാ ചിരിച്ചേ? ഇന്നുണ്ടല്ലോ വിളിച്ചേട്ടാ, ഭയങ്കര തമാശ ഉണ്ടായി. അമ്മ വിളിച്ചിരുന്നു. അമ്മ വിളിച്ച എപ്പോഴും തമാശയല്ലേ? എന്തിനാ വിളിച്ചെന്ന് ചോദിക്ക്. എന്തിനാ? അമ്മയുണ്ടല്ലോ, വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ അടുക്കി പറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ്. ആരുടെയെന്ന് ചോദിക്ക്. ആരുടെയാ? ദീപ്തി പ്രസാദ്. എന്തിനാണ് ചോദിക്കാത്ത? എന്താ വിളിച്ചേട്ടാ? എന്തിനാ? ലൈറ്റ് മ്യൂസിക് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ദീപ്തി പ്രസാദ് 4B. അമ്മ പറയുകയാണേ, ഞാൻ കൊച്ചിലൊക്കെ നന്നായിട്ട് പാടുമായിരുന്നെന്ന്. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തെ. അയ്യോ, അത് കാര്യം വെക്കണ്ട. കൊച്ചിലെ പിള്ളേര് എന്ത് കോപ്രായം കാണിച്ചാലും അമ്മമാർക്ക് വലിയ കാര്യമാണ്. അതോർത്ത് നീ ഇപ്പൊ ഒന്ന് പാടി നോക്ക്, കോമഡി ആയിരിക്കും. ഇത് ഈഗോ, നല്ല മുഴുത്ത ഈഗോ. ഞാനെങ്ങാനും പാടി ഹിറ്റാവുകയാണെങ്കിൽ ദീപ്തി വിധു പ്രതാപിന്റെ ഭർത്താവ് എന്നറിയപ്പെടേണ്ടി വരുമോ എന്നുള്ള ഭയം. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. സെമി ക്ലാസിക്കൽ പിടിക്കാം. സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി, തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പെൺമടിയ സുഹൃതവനിയിലാരോ പാടും ആശംസ മംഗളമായി, സ്വരകന്യകമാർ വീണമീട്ടുകയായി. എന്തോ കുഴപ്പമുണ്ട്. എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ദീപ്തി, എന്തു പറ്റി? പൊള്ളി. ശീലമില്ലാത്ത ജോലിയൊക്കെ ചെയ്യുമ്പോ ശ്രദ്ധിക്കണ്ടേ ദീപ്തി? എന്തിനായി നിന്നിടം കണ്ണിൽ തടം തുടിച്ചു, എന്തിനായി നിൻ വലം കയ്യാൽ മുഖം മറച്ചു. ദീപ്തി, നീ വീണാ? എണീക്ക് വാ. മുറ്റത്തെ ചക്കര മാവിലിരുന്നൊരു കാവതി കാക്ക പറഞ്ഞു, കൂട്ടിനെനിക്കാരും തേന്മാവേ നിൻ കൂട്ടുകാരനായി വന്നോട്ടെ, നിൻ കൂട്ടുകാരനായി വന്നോട്ടെ. നീലക്കട നീക്കൂ എന്തൊരു വെറുപ്പിക്കല ദീപ്തി ഇത്. നീ ഇനി പാടിയാ ഞാൻ എന്റെ പാട്ടിന് പോകും പറഞ്ഞേക്കാം. ഇതിപ്പോ നിന്നെ സഹിക്കണം, നിന്റെ പാട്ട് സഹിക്കണോന്ന് വെച്ചാ ഇത് അസൂയ, മുഴുത്ത അസൂയ. എന്തിന്? തന്നെക്കാൾ ഉയരത്തിൽ തന്റെ ഭാര്യ എത്തുമെന്നുള്ള ഇൻസെക്യൂരിറ്റി. നിനക്കിപ്പോ എന്താ വേണ്ടത്? മനസ്സിലായില്ല? ഇല്ല. ഇത്രയായിട്ട് മനസ്സിലായില്ല? ഇല്ല. രാവിലെ മുതൽ മനുഷ്യൻ തൊണ്ട കീറി പുറകെ നടന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് മനസ്സിലായില്ല? സത്യമായിട്ടും ഇല്ല. എനിക്ക് സിനിമയിൽ പാടണം. എന്തോന്ന്? എനിക്ക് സിനിമയിൽ പാടണം എന്ന്. നീ ഒരു വരി കളിക്കരുത് കേട്ടാ. എന്താ കുഴപ്പം? എത്രയോ സിനിമാക്കാര് ഭാര്യമാരെ കൊണ്ട് സിനിമയിൽ പാടിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസനെ നോക്കുക. വിനീത് ദിവ്യനെ കൊണ്ട് സിനിമയിൽ പാടിപ്പിച്ചില്ലേ? എന്റെ പൊന്ന് ദീപ്തി, ദിവ്യൊക്കെ നല്ല പാട്ടുകാരാ. അതല്ലേ ഞാൻ രാവിലെ തന്നെ മെൻഷൻ ചെയ്തത്. എന്തോന്ന്? എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. എന്റെ പൊന്ന് ദീപ്തി, നീ പണ്ട് സ്കൂളിൽ അഖിലാണ്ട മണ്ഡലം പാടിയതുപോലെ അല്ല സിനിമ പാടുന്നത്. അതിനൊക്കെ ഒരു ഇത് വേണം. അത് വേണം, കഴിവ് വേണം. സ്വന്തം ഭാര്യയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറാനുള്ള കഴിവ് വേണം. അപ്പൊ പാടാനുള്ള കഴിവ് വേണ്ടി. അതല്ലേ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ രണ്ടും ഉണ്ടക്കണ്ണല്ലാതെ വേറെ എന്തുണ്ട്? ദീപ്തി, വിളിച്ചേട്ടൻ ഒരു കാര്യം അറിയോ? ഞാൻ എന്തിനാ വിളിച്ചേട്ടനെ കല്യാണം കഴിച്ചത്? ഒരു വലിയ പാട്ടുകാരി ആവാൻ വേണ്ടിയിട്ടായിരുന്നു. വിളിച്ചേട്ടൻ മറ്റൊരു കാര്യം അറിയോ? ഇല്ല. ഞാൻ എന്തിനാ വിളിച്ചേട്ടനോട് ഈ പ്രോഗ്രാമിനെല്ലാം കൂടെ വരുന്നത്? നിനക്കെന്നെ സംശയമുള്ളതുകൊണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലും വിളിച്ചേട്ടൻ സ്റ്റേജിൽ കയറി നിന്ന് എന്റെ ജീവിതത്തിലെ വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ദീപ്തിയാണ്, അവളും നന്നായി പാടും
എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് രണ്ടുപേരും പാടിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എടി ഭയങ്കരി, അപ്പൊ നിന്റെ മനസ്സിൽ ഇത്രയും ദുരുദ്ദേശം ഉണ്ടായിരുന്നല്ലേ? ദുരുദ്ദേശമൊന്നും അല്ല, പക്ഷെ ഉണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് ഇപ്പൊ എന്നെ സിനിമയെ പാടിപ്പിക്കാൻ പറ്റൂല്ലയോ? എനിക്കിപ്പോ അറിയണം പറ്റുമോ ഇല്ലയോ? പറ്റും. പറ്റാതെ പിന്നെ എവിടെ പോവാൻ? ആണോ? പക്ഷെ ഒരു കാര്യമുണ്ട്, പറഞ്ഞുതരാം. നമ്മുടെ വിനീത് ശ്രീനിവാസൻ ദിവ്യയെ പാടിപ്പിച്ചത് പുള്ളി തന്നെ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയിലാണ്. ആണ്. അപ്പം അതുകൊണ്ട് നിന്റെ വിധിച്ചേട്ടൻ സ്വന്തമായിട്ട് എന്ന് കഥ എഴുതി സംവിധാനം ചെയ്ത് സിനിമ എടുക്കുന്നോ അതിൽ എൻ്റെ മോളെ കൊണ്ട് എല്ലാ പാട്ടും പാടിപ്പിക്കും. ശരിക്കും? ശരിക്കും, സത്യമായിട്ടും? സത്യം. പക്ഷെ അതുവരെ ഒരു വാക്ക് തരൂ. എന്താ ചേട്ടാ? ഒരു മൂളിപ്പാട്ട് പോലും ഈ വീട്ടിൽ പാടരുത്. അതെന്താ? അത് പിന്നെ നിന്റെ പാട്ട് എൻ്റെ സിനിമയിലൂടെ ലോകം കേട്ടാൽ മതി. എൻ്റെ ഭാര്യയിലെ പാട്ടുകാരിയെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആണോ ചേട്ടാ? ശരിക്കും. ചേട്ടൻ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു? ഒരുപാട്. വണ്ടി വിശ്വസിച്ച്